ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിൽ ഈശോ സാബത്ത് ദിവസം കൈ ശോഷിച്ച ഒരുവനെ സുഖപ്പെടുന്നതായും അതേ തുടർന്ന് ഫരിസേയർ ഈശോയിൽ കുറ്റം ആരോപിക്കാൻ ശ്രമിക്കുന്നതായും നാം കാണുന്നു. ഈ അത്ഭുതം പ്രവർത്തിച്ചതിലൂടെ സാബത്ത് നന്മ ചെയ്യുന്നതിനും ജീവൻ രക്ഷിക്കുന്നതിനും വേണ്ടിയുള്ളതാണെന്ന സന്ദേശമാണ് ഈശോ നമ്മെ പഠിപ്പിക്കുക. എന്നാൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയ ഫരിസേയർ ഈശോയെ ചോദ്യം ചെയ്യാനായി മുന്നോട്ട് വന്നു. മർക്കോസിന് സുവിശേഷം 3-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. അതേ സഹോദരങ്ങളെ, കഠിന ഹൃദയമുള്ളവർക്ക് നന്മ ചെയ്യുന്നതിന് സാധിക്കില്ല. അതുപോലെ ആരെങ്കിലും നന്മ ചെയ്താൽ ആ നന്മ പ്രവൃത്തിയെ ഉൾക്കൊള്ളുവാനോ അംഗീകരിക്കുവാനോ ഇങ്ങനെയുള്ളവർക്ക് സാധിക്കില്ല. ഈ നിമിഷം നമുക്ക് ഒന്ന് ആത്മപരിശോധന ചെയ്യാം. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? ഈശോയെപ്പോലെ അനുകമ്പയും സ്നേഹവുമുള്ള ഒരു ഹൃദയം എനിക്കുണ്ടോ? നന്മ ചെയ്യാനും മറ്റുള്ളവർ ചെയ്യുന്ന നന്മയെ പ്രോത്സാഹിപ്പിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ടോ? കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവയെ തിരുത്തി സ്നേഹവും കരുണയും നിറഞ്ഞ പ്രവൃത്തികൾ ചെയ്യുവാൻ നമ്മെ സഹായിക്കണമേ എന്ന് തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.